ആലപ്പുഴ നഗരത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം പാതി വഴിയിലാണ്. പ്രധാന തോടുകൾ ഉൾപ്പെടെ വൃത്തിയാക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കാതെ വന്നതോടെ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. ശുചീകരണം വേഗത്തിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ കാലവർഷം എത്തുന്നതോടെ താഴ്ന്ന സ്ഥലങ്ങളെല്ലാം വെള്ളക്കെട്ടിലാകും. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിന്നിരുന്നതിനാൽ 2 ദിവസത്തിന് മുൻപ് മാത്രമാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. നഗരസഭാ പരിധിയിൽ മാത്രം ചെറുതും വലുതുമായ 300ഓളം ഇടത്തോടുകളുണ്ട്. എന്നാൽ ഇവയിൽ പകുതി പോലും ശുചീകരിച്ചിട്ടില്ല. പുന്നമട, നെഹ്റു ട്രോഫി, പള്ളാംതുരുത്തി, കരളകം, പാലസ് വാർഡ്, കൈതവന തുടങ്ങിയ മേഖലകളിലെ വീടുകളിൽ ആദ്യ മഴയിൽ തന്നെ വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ്. വേനൽ മഴയിൽ പലയിടത്തും വെള്ളം ഉയർന്നതോടെ നഗരപ്രദേശത്തെ ആളുകൾ വലിയ ആശങ്കയിലാണ്. നാളിതുവരെ ഒരു സ്ഥലത്തും ഇതുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായ നിലയിൽ ഒരു ബോധവും നടത്തിയിട്ടില്ല. ഇവിടെ ഇപ്പോഴും ഈ കക്ഷി രാഷ്ട്രീയമാണ് ഇതിനകത്തും കാണിക്കുന്നത്. കാര്യം ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും ഒരു കൗൺസിൽ പറയുന്നിടത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. പൊതുവായ വെള്ളക്കെട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വാടപ്പുഴി എന്ന് പറഞ്ഞാൽ ആലപ്പുഴ നഗരത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു 10-25 വാർഡുകളിൽ വരുന്ന വെള്ളം ഒഴുകിപ്പോകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുഴയാണ്. ആ പുഴയുടെ പുഴിമുഖം തുറക്കാതെ അതിന് മുന്നോട്ടുള്ള വാർഡുകളിൽ എവിടെയെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്തതുകൊണ്ട് ഈ വെള്ളം കടലിലേക്ക് പോകത്തില്ല. പക്ഷേ പുഴിമുഖത്തെ വാർഡ് വാടക്കലായതുകൊണ്ടും അവിടുത്തെ ജനപ്രതിനിധി ഇടതുപക്ഷമായതുകൊണ്ടും ആ വാർഡിലെ പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാകുന്നില്ല. അപ്പോൾ തയ്യാറാകുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പുറത്തെ വാർഡുകളിൽ അതിൻ്റെ പരിസരത്തുള്ള വരുന്ന 20-25ഓളം വാർഡുകളിൽ എത്ര മനോഹരമായി വൃത്തിയാക്കിയാലും ആ വെള്ളം ഒഴുകി വരാനുള്ള സാധ്യത അങ്ങോട്ടേക്ക് ഇല്ലാതാവും. ഇത് തന്നെയാണ് പൊതുവായി ഇവിടുത്തെ നമ്മുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടികൾ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജലജന്യ രോഗങ്ങളാൽ വലിയ തോതിൽ പ്രയാസപ്പെടുന്ന ഒരു നഗരമാണ് ആലപ്പുഴ. പൊതുമരാമത്ത് വകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പലയിടങ്ങളിലും ജോലികൾ ആരംഭിച്ചെങ്കിലും കാലവർഷ മഴയ്ക്ക് മുൻപ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാവില്ല എന്നതാണ് സത്യം. കാലവർഷം കൂടി എത്തിയാൽ നഗരത്തിന്റെ താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടിലാകും. പലയിടത്തോടുകളും നിലവിൽ മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണ്. മഴയെത്തി വെള്ളമുയർന്നാൽ ഈ മാലിന്യങ്ങൾ പ്രദേശത്തെ വീടുകളിൽ എത്തും. ഇത് സാംക്രമിക രോഗങ്ങൾ പെരുകുന്നതിനും കാരണമാകും. മഴയെത്തും മുൻപേ പൂർത്തിയാകേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ച UDF നേതൃത്വം നൽകുന്ന നഗരസഭാ ഭരണത്തിനെതിരെ പ്രതിഷേധവും രൂക്ഷമാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.